ഹായ് ഫ്രണ്ട്സ്, സാപ്പിണി മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പടം വന്നിരിക്കുന്നത് ഒരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ്. ഇന്നലെ തിയേറ്റർ റിലീസ് ചെയ്ത തമിഴ് സിനിമയായിരുന്നു ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ അജിത് കുമാർ പ്രധാന വേഷം കൈകാര്യം സിനിമയാണ്. ഒരു ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഈ സിനിമ കണ്ടു. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഗുഡ് ബാഡ് അഗ്ലി അജിത്തിന്റെ ഒരു ഒരു ഷോ ഓഫ് തന്നെ പറയാവുന്ന ഒരു സിനിമയാണ്. അജിത്തിന്റെ അഴിഞ്ഞാട്ടം കാണുന്നുണ്ടെങ്കിൽ ധൈര്യമായി ടിക്കറ്റ് എടുക്കാം. അജിത്തിന്റെ ഒരു ബിഗ് അജിത് ഫാനാണെങ്കിൽ, വലിയൊരു അജിത് ഫാനാണെങ്കിൽ അജിത് കുമാറിനുള്ളൊരു ട്രൈബ്യൂട്ടാണ് ഈ സിനിമ എന്നുള്ളത്. ഫസ്റ്റ് മുതൽ അവസാനം വരെ അഴിഞ്ഞാട്ടം, ഹൈ മൊമെന്റിന്റെ അയ്യൊരു കളിയാണ്. ഓരോ സിനിമകൾ, അതായത് പണ്ടത്തെ സിനിമകളായ മങ്കാത്ത, ബില്ല, വാലി, ആരംഭം, ഈ സിനിമകളിലൊക്കെ ഹൈ മൊമെന്റ്സ് ഒരുപാട് ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുള്ളതാണ്. അത് പിന്നെ പ്ലോട്ട് ചെയ്യുന്ന സംഭവം കാര്യങ്ങളൊക്കെ നൈസായി ചെയ്തിട്ടുണ്ട്. 2.5 മണിക്കൂർ തിയേറ്ററിൽ ആർമാദിച്ച് കാണാനുള്ള എല്ലാ സെറ്റപ്പും പിന്നെ ഈ സിനിമയിൽ ആദിക് രവിചന്ദ്രൻ ചെയ്തിട്ടുണ്ട്. ആദിക് രവിചന്ദ്രനാണ് എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത്. ഈ സിനിമയിൽ നമ്മുടെ അജിത് കുമാറിനെ കൂടാതെ തൃഷ, സിമ്രാൻ ഉണ്ട്, പിന്നെ സുനിൽ, അർജുൻ ദാസ്, ഒരുപാട്, യോഗി ബാബു, പ്രസന്ന, ജാക്കിർ ഷ്രോഫ്, പിന്നെ അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ ഈ സിനിമ, പ്രിയ പ്രകാശ് വാര്യർ, ഒരുപാട് കഥാപാത്രങ്ങൾ ഇതിൽ വന്നു പോകുന്നതാണ്. വലിയൊരു താരം തന്നെ ഈ സിനിമയുണ്ട്. ഒരു ഫെസ്റ്റിവൽ മൂഡ് പടം, ഒരു ലോജിക്കും നോക്കാതെ കണ്ടു തീർക്കാവുന്ന ഒരു ഫെസ്റ്റിവൽ മൂഡ് പടമാണ് ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ ഈ സിനിമ എന്നുള്ളത്. മ്യൂസിക് ഒക്കെ സൂപ്പറാണ്, എന്തൊരു രക്ഷയില്ല. ജയപ്രകാശ് കുമാർ മ്യൂസിക് അടിപൊളിയായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഭയങ്കര ലൗഡായിട്ടുള്ള കഥാപാത്രമാണ് ഇതിൽ. പിന്നെ അജിത്തിന്റെ കഥാപാത്രം വളരെ ഭയങ്കര ലൗഡായിട്ടുള്ള കഥാപാത്രമാണ്. ഈ അടുത്ത കാലത്തൊന്നും അജിത്ത് ഇതുപോലുള്ള കഥാപാത്രം ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, പ്രത്യേകിച്ച് കഥ ഒന്നും പറയാൻ മാത്രമുള്ള സംഭവങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഒരു അജിത്ത് ഷോ, അതാണ് ഈ സിനിമ. കഥയൊന്നും നോക്കാതെ തിയേറ്ററിൽ ഇരുന്ന് ആർപ്പ് വിളിച്ച് കുറേ മാസ് രംഗങ്ങൾ, കുറേ ഹൈ മൊമെന്റ്സ് രംഗങ്ങളൊക്കെ കണ്ട് ആർമാദിച്ച് പോരാൻ പറ്റിയ സിനിമ. ഈ ലോജിയൊക്കെ മാറ്റി വെച്ച് കാണാം. പിന്നെ മസിൽ പിടിച്ചിങ്ങനെ എന്താ സംഭവം ആ രീതി കാണുന്നവർക്ക് ഇത് തീരെ സ്യൂട്ടാവില്ല ഈ സിനിമ. അങ്ങനത്തെ ഈ സിനിമ കാണാൻ വരണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്കിഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ പിന്നെ ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്ത് കണ്ടു, ആഘോഷിച്ച് കണ്ടു. ആ രീതി കാണാൻ പറ്റുന്ന ഒരു സിനിമയ്ക്ക് പോവാം, അത്രേ ഞാൻ പറയുള്ളൂ. എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. അതുപോലത്തെ ഒരു സിനിമയാണ്. ഒരു ബിഗ് ഫാൻ, അതായത് അജിത്ത് ഫാൻ മൂവിയാണ്. ഒരു ഫെസ്റ്റിവൽ മൂവി, ഹൈ മൊമെന്റ്സിന് അയ്യൊരു കളിയാണ് സിനിമയിൽ. എന്തായാലും തിയേറ്ററിൽ കണ്ടു നോക്കുക. തിയേറ്ററിൽ ഒരു ഓളത്തിൽ കാണാൻ പറ്റും. 2.5 മണിക്കൂർ അടിച്ച് പൊളിച്ച് പോരാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെയാണ് ഈ സിനിമ കാണാൻ പറ്റുന്നത്. OTT വരുന്ന സമയത്തൊന്നും ചിലപ്പോൾ ക്ലിക്കാകാൻ ചാൻസ് ഇല്ല. എന്തായാലും കണ്ടു നോക്കുക. തിയേറ്ററിൽ കണ്ടുവരുന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.